ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഈ വർഷത്തെ 10ാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തും. ഭാരതാംബ വിഷയത്തിൽ ഗവർണർ നടത്തിയ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം പിൻവലിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വർഷം 10ാം ക്ലാസ്സിലെ 2ാം വോള്യത്തിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വിലയുമില്ലാത്തതും ഒരു ബലമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റാണ് രാജ്ഭവൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഗവർണറും പ്രസംഗിക്കാൻ പോകുന്ന പ്രിപ്പയർ ചെയ്ത പ്രസംഗം കൊണ്ടല്ലേ പോകുന്നത്. അതുപോലെ ഭരണഘടനാ ലംഘനം വല്ലതും MG പ്രതീഷ് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ്, ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി കുറെ കൂടി കടുത്ത തീരുമാനങ്ങളിലേക്ക് പ്രതികരണങ്ങളിലേക്കൊക്കെയാണല്ലോ പോകുന്നത്. ഇപ്പോൾ ഗവർണറുടെ അധികാരം അത് ഒരു പാഠഭാഗമാക്കുന്നു വിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാനത്ത്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന് പിന്നിൽ രാജ്ഭവന്റെ ഇടപെടൽ കൂടി ഉണ്ട് എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. രാജ്ഭവനിലെ ജീവനക്കാർ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന RSS പ്രവർത്തകരാണ്. അവരാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഇടപെടൽ നടത്തുന്നത് എന്ന് ആരോപിക്കുന്നു. ഒരു ഏറ്റുമുട്ടലിനാണെങ്കിൽ ഞാനും റെഡി, അല്ലെങ്കിൽ ഞങ്ങളും റെഡി എന്നാണല്ലോ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ തുറന്നു പറച്ചിൽ, ഈ പരസ്യമായ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്, അല്ലേ? വിജയകുമാർ, തീർച്ചയായും ഗവർണർക്കെതിരായ നിലപാടിൽ ഒരു പടി കൂടി കടന്നിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. നിർണായകമായൊരു പ്രഖ്യാപനമാണ് അല്പസമയം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി നടത്തിയത്. അതാ ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നു എന്നതാണ് മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യം. 10ാം ക്ലാസ്സിലെ 2ാം വോളിയം പാഠപുസ്തകത്തിൽ, സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലായിരിക്കും ഗവർണറുടെ അധികാരങ്ങൾ സംബന്ധിച്ച ഉൾപ്പെടുത്തുന്നത്. ഇതൊരു പഠന വിഷയമാക്കാൻ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത് ഗവർണർക്കെതിരായിട്ടുള്ള കൃത്യമായൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ തീരുമാനത്തിലൂടെ സർക്കാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഈ ഗവർണറുടെ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ നേരത്തെ ഒന്നും തന്നെ പ്രത്യേക തീരുമാനങ്ങൾ ഒന്നും ആയിരുന്നില്ല. പക്ഷേ നിലവിലൊരു സാഹചര്യം പരിഗണിച്ച് വളരെ പെട്ടെന്നെടുത്തൊരു തീരുമാനമായി തന്നെ ഇതിനെ കാണാൻ കഴിയണം. മന്ത്രിയുടെ പ്രതികരണവും അക്കാര്യം തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം നേരത്തെ ഉണ്ടായിരുന്ന അതേ നിലപാടുകൾ ഗവർണർക്കെതിരെ ആവർത്തിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഈ ഭാരതാംബയുടെ വിവാദവുമായി ബന്ധപ്പെട്ട് ഗവർണർ നടത്തിയ ചില പരാമർശങ്ങൾ പിൻവലിക്കണം. ഭാരതാംബയ്ക്ക് മുന്നിൽ ഈ വിദ്യാർത്ഥികൾ ഭാരതാംബയെ പൂജിക്കണം, തൊട്ടു വണങ്ങണം എന്നതുൾപ്പെടെയുള്ള ചില പരാമർശങ്ങൾ ഗവർണർ കുട്ടികളോട് നടത്തിയിരുന്നു. ആ പരാമർശം ഗവർണർ പിൻവലിക്കണമെന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി പ്രധാനമായും പറയുന്ന കാര്യം. ഈ ജനാധിപത്യ മൂല്യങ്ങൾ പഠിക്കേണ്ട യഥാർത്ഥ ഇടം വിദ്യാലയങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊണ്ടത് എന്നുള്ളൊരു വിശദീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, മന്ത്രിക്കെതിരെ ഇന്നലെയും ഇന്നുമായി വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മന്ത്രിയുടെ വീട്ടിലേക്ക് ഇന്നലെ ABP പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. ഒപ്പം ഇന്ന് മന്ത്രിയെ വഴുതക്കാട് വെച്ച് കരിങ്കൊടി കാണിച്ചു. ഇത് രണ്ടുമൊക്കെ തന്നെ നേരത്തെ അറിയിക്കാതെയുള്ള പ്രതിഷേധങ്ങളാണ്. പാതി വഴിയിൽ പതിയിരുന്ന് നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ദുഷ്ടലാക്കാണ്. ഇതിന് പിന്നിൽ രാജ്ഭവന്റെ കൈകൾ ഉണ്ട് എന്ന് മന്ത്രി ഗുരുതരമായ ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. രാജ്ഭവനിലെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആൾ തിരുവനന്തപുരത്തെ RSSകാരനാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ തന്നെ പിന്നിൽ രാജ്ഭവൻ ഉണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണം കൂടി ശിവൻകുട്ടി ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം ഈ ദേശീയ പതാക ഉൾപ്പെടെ ഈ പ്രതിഷേധക്കാർ ഇന്ന് രാവിലെ വലിച്ചു കീറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രതിഷേധങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പരിപാടികൾ രാജ്ഭവൻ സംഘടിപ്പിച്ചാൽ സഹകരിക്കും, അല്ലാത്ത പക്ഷം ഒരു തരത്തിലുള്ള സഹകരണവും ഇല്ല എന്നുകൂടി കൃത്യമായൊരു നിലപാട് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിക്കുകയാണ്. എന്തായാലും ഒരു ശക്തമായൊരു നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. അത് ഗവർണറുടെ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. ശരി പ്രതീക്ഷ, എന്തായാലും സർക്കാർ ഗവർണർ പോര് അത് വേറൊരു ഘട്ടത്തിൽ മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. ഇന്നലെ ഗവർണർ നടത്തിയ പ്രസംഗം അത് ഭരണഘടനാ വിരുദ്ധമാണ്, അത് പിൻവലിക്കണം എന്നുകൂടി ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്.